ഹലോ അനുജമ്മ, മലപ്പുറത്ത് മഞ്ചേരിയിൽ VMCയുടെ എന്തൊരു ധ്യാന വിപ്ലവ ക്രിയേറ്റ് ചെയ്ത് അല്ലേ. ഇത് എന്താണ് തൃക്കലങ്ങോട് 32 അല്ലേ, മലപ്പുറം ജില്ലയിലെ ശിവമഹാവിഷ്ണു ക്ഷേത്രത്തിൽ വനജ മേഡം എത്ര പുതിയ ആൾക്കാരെയാണ് കൊണ്ടുവന്നിട്ട് എന്നെ വിളിപ്പിച്ച് VMCനെ പരിചയപ്പെടുത്തി മെഡിറ്റേഷൻ ചെയ്യിച്ചു. അതേപോലെ വെജിറ്റേറിയനിസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റി. വിപ്ലവം തന്നെയല്ലേ ഇന്ന് ഇവിടെ സൃഷ്ടിച്ചത്. അതും അമ്പലത്തിൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമായി. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്തു. എന്താ മേഡത്തിന് ഇതൊക്കെ ചെയ്യാൻ മേഡത്തിൻ്റെ അനുഭവം എന്താ? VMCയിൽ വന്നിട്ട് ഇത് നമ്മൾ അറിഞ്ഞിട്ട് ഇത്രയും പേരിലേക്ക് എത്തിക്കണം, സീമാജിയെ വിളിക്കണം എന്നുള്ള തോന്നൽ, അതിൻ്റെ പിന്നിലുള്ള കഥ എന്താ? ഞാൻ 1.5-2 വർഷത്തോളമായി ഇതിൽ വന്നിട്ട് വലിയ മകനാണ് എന്നെ അതിൽ കൊണ്ടുവന്നത്. മകനും ഒരു ആത്മജ്ഞാനിയാണ്, ദിവ്യ സാധകൻ. ചെന്നൈയിലൊരു പിന്നെ ഒരു സ്ഥലത്ത് 10 ദിവസത്തൊക്കെ ഉണ്ടായപ്പോൾ പോയിട്ടുണ്ട്. അപ്പൊ അവരാണ് VMCയെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ അതിൽ മോൻ തന്നെയാണ് ചേർത്ത് തന്നത്. പിന്നെ ധ്യാനം ചെയ്തു തുടങ്ങിയപ്പോ വെജിറ്റേറിയൻ ആയിരുന്നോ വനജാമ്യം? ഞാൻ വല്ലപ്പോഴും ഇടയ്ക്ക് കഴിക്കും, കഴിക്കാതില്ല. ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും വീട്ടിൽ വേണം, നമുക്ക് വേണമെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ നിർത്തിയോ VMC? അതെ, ഇത് ഒന്ന് ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ഒന്നും കഴിക്കാണ്ട്. പിന്നെ മകനും കഴിച്ചിട്ട് കുറെ വർഷങ്ങളായി. എൻ്റെ മകനൊന്നും കഴിക്കില്ല, വെജിറ്റേറിയൻ ആയിട്ട് അവൻ കുറെ വർഷങ്ങളായി. ഓ വെരി ഗുഡ് മാ. അപ്പം ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോ എന്തൊക്കെ മാറ്റം ഉണ്ടായി? ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വീട്ടിലുള്ള സാഹചര്യം, എൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും അംഗീകരിക്കാൻ വയ്യായി. ഇപ്പൊ എല്ലാവരും ഞാൻ പെൻഷനായ ശേഷം ഞാൻ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങി. കുറെ കാലം ഞാൻ അനുഭവിച്ചതല്ലേ. പിന്നെ റിട്ടയർ ആയപ്പോൾ എനിക്ക് എന്തോ ഒരു ശക്തി തിരിച്ചു പറയണം, എനിക്ക് കാട്ടിയതിനൊക്കെ അങ്ങനെയൊക്കെ ഒരു ആലോചന വന്നിരിക്കുന്ന തിരിച്ചു തന്നെ അങ്ങോട്ട് ചെയ്യണം, പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു പ്രതികാര ബുദ്ധി ഇതൊക്കെ വന്ന്. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത മോനെ ഇതിനെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഈ മാർഗത്തിലേക്ക് വന്നില്ലെങ്കിൽ അമ്മയുടെ അച്ഛന്റെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ വന്ന് പിന്നെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരു 3 മണിക്കൂർ ചെയ്യും, മുഹൂർത്തം ചെയ്യും. ഞാൻ തന്നെ നീക്കും. വൈകുന്നേരം ആദ്യമൊക്കെ 2 മണിക്കൂർ. ഇപ്പൊ ഈ ഇതിലേക്ക് വന്ന ശേഷം എനിക്കിപ്പോ കുറഞ്ഞ വരും. 2 മണിക്കൂർ ചെയ്യണമെങ്കിൽ ഇപ്പൊ 1 മണിക്കൂർ വന്നു മതിയായി മേഡത്തിന്. എന്താ വെച്ചാൽ അത്രയും മേഡത്തിൽ മാറ്റം വന്നു. ശക്തി സ്വീകരിക്കും തോറും മേഡത്തിൽ മാറ്റം വന്നില്ലേ? ദേഷ്യം കുറഞ്ഞു, ടെൻഷൻ കുറഞ്ഞു. പിന്നെ അസുഖങ്ങൾ, വെരിക്കോസ്, പിന്നെ ഉറക്കം മാറ്റി. ഞാൻ 2 മണി 3 മണി വരെ ഉറങ്ങാതെ കിടക്കണം. ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്ത ഉടനെ ഉറങ്ങും. ഒരു 4 മണിക്കൂർ ഉറങ്ങിയ ഉടനെ ഉണരും. അതിന് ശക്തി തികഞ്ഞു അല്ലേ? വീണ്ടും കിടന്ന് ഉരുളേണ്ട ആവശ്യമില്ല മേഡത്തിന്. ഉണരും ഞാൻ. പിന്നെ ഉണർന്നു കഴിഞ്ഞ് പല്ലിയച്ചതൊക്കെ കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എങ്ങനെയും ഒരിക്കലും രാവിലെ. അപ്പോൾ ഇത്രയും മാറ്റം വന്നു മേഡം. ആ ഒരു ശക്തിയെ റിസീവ് ചെയ്തിട്ട് ആ ദിവ്യമായിട്ടുള്ള എനർജി കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണു, അല്ലാതെ വേറെ ഒരു കാര്യത്തിനും അത് ദുർവിനിയോഗം ചെയ്യണില്ല. അപ്പോൾ ശക്തി അവിടെ സേവ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നിരന്തര സദ്ഭാവനയോടുകൂടി ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇത്ര വലിയ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്തു മേഡം. പക്ഷെ ഞാൻ വിചാരിച്ചില്ല. ദിവ്യസങ്കല്പം, അതാണ് സങ്കല്പ ശുദ്ധി. എനിക്ക് ഒരു തടസ്സം ഉണ്ടായില്ല എവിടെ എനിക്ക്. പക്ഷെ മനസ്സിപ്പോഴും ശാന്തമായിരുന്നു, ഒരു ടെൻഷനോ ഒന്നുമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞവര് വന്നില്ലെങ്കിൽ പറയാത്ത ആൾക്കാർ കുറെ പേര് വന്നു മേഡം. അമ്പലത്തിൽ നിന്ന് അതെ കുറെ പേരാ വിളമ്പാൻ അതിനൊക്കെ മുന്നിട്ട് വന്നുകൊണ്ട് ചെയ്യും. പിന്നെ അമ്പലത്തിലെ ആൾക്കാരൊക്കെ ഇരുന്നു ക്ലാസ്സും കേട്ടു മെഡിറ്റേഷനും ചെയ്തു അല്ലേ? എപ്പോഴും അതെ, അമ്പലത്തിൽ നമ്മൾ ഒരുപാട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരങ്ങനെ അങ്ങോട്ട് കുറെ നേരം ഒന്നും ഇരിക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ അവർ കംപ്ലീറ്റ് ആയിട്ടിരുന്നു. അത് നല്ല കാര്യമല്ലേ? അപ്പോൾ മേഡത്തിൻ്റെ ഉള്ളിലെ സങ്കല്പ ശുദ്ധി, എവിടെ ശുദ്ധിയുണ്ടോ അവിടെ ശക്തിയുണ്ട്. സങ്കല്പ ശുദ്ധിയുള്ളവർക്ക് സങ്കല്പ ശക്തി ഉണ്ടോ. അപ്പോൾ അത് നടത്തി തരേണ്ട ബാധ്യത ആരുടെ? പ്രകൃതിയുടെ. അതാണ് ഇപ്പൊ വിജയല്ലേ ഉണ്ടായി. തീർച്ചയായിട്ടും. പിന്നെയും തന്നെ ഹസ്ബൻഡ് കുറെ മാറി. പറഞ്ഞ മാതിരി എൻ്റെ കയ്യിൽ ഞാൻ മാറാൻ തുടങ്ങി. ഹസ്ബൻഡ് മാറ്റം വന്നു. അപ്പൊ ഒന്നും നിർബന്ധിക്കില്ല. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ എന്നാലും വെജിറ്റേറിയൻ കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. പുറത്ത് പോകുമ്പോ കഴിക്കണ്ടാവൂല്ലേ? വരും, മാറ്റം വരും. മേഡത്തിന്റെ മാറ്റത്തിലൂടെ അവരിലൊക്കെ മാറ്റം വന്നില്ലേ? അപ്പൊ നമ്മൾ തന്നെ മാറേണ്ടതേ. മേഡം ധ്യാനം ചെയ്ത് ശക്തി ആർജിച്ചപ്പോ എല്ലാം ബാലൻസ് ആയില്ലേ? അതല്ല, എനിക്ക് നന്ദി പറയാന്നുള്ളത് അത്രയൊന്നും വന്നിരുന്നില്ല. എന്തോ എനിക്ക് ഇല്ല, ഞാനൊന്നിനും പോരാന്നൊക്കെ ഒരു തോന്നല്. അങ്ങനെ ഭയങ്കര എല്ലാവരും പിന്നിൽ നിൽക്കും, ഞാൻ മുന്നിലൊന്ന് സംസാരിക്കാൻ എനിക്ക്. ഇപ്പൊ നന്ദിയുടെ ആ ഒരു ശക്തിയെ കുറിച്ചിട്ട് VMC കേട്ടപ്പോ എങ്ങനെയുണ്ട് മാറ്റം? നല്ല മാറ്റം ഉണ്ട്. അത് ഒന്നും എവിടെയും മടി തോന്നില്ല. ഇതിൽ വന്നതിന്റെ നല്ല മാറ്റം ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം. അതെ, ആത്മീയാഭിവൃദ്ധിയും. എല്ലാവരും ചോദിക്കും എങ്ങനെ ഇത്രയും നടത്തി. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും അറിയണവരൊക്കെ പറഞ്ഞു എല്ലാവരും മുന്നിട്ട് വന്ന് ചെയ്തെന്നാണ് എൻ്റെതായിട്ട് ഞാൻ കരുതണേ ഇല്ല. എല്ലാവരും സപ്പോർട്ടോടെയാണ്
എന്നൊക്കെ. പിന്നെ മാഡം വരുമ്പോ ഞാൻ വിചാരിച്ചു നീ എങ്ങനെയാ കൂട്ടി വരിക എന്നൊക്കെ. എനിക്ക് പെട്ടെന്ന് പറഞ്ഞായിട്ട് മറുപടി പറയാൻ എനിക്ക് കിട്ടില്ല. പറഞ്ഞില്ലേ മാഡം വിളിച്ചപ്പോ തന്നെ മാഡത്തിനോട് ഇങ്ങോട്ട് പോരുമെന്നാ പറഞ്ഞത് ഞാൻ ആദ്യം. അല്ലേ പിന്നെ ഞാൻ അവിടെ പറഞ്ഞത് തെറ്റാണല്ലോ, ഞാൻ ഓട്ടോ വിളിച്ച് വരാന്ന് ഞാൻ പിന്നെ ഞാൻ അതൊന്നും കുഴപ്പമില്ല, അതല്ലേ ഞാൻ വന്നത് മാഡം. എന്നുവെച്ചാൽ മാഡം ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ ജീവിതം ഉള്ളത്. അപ്പോൾ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവരാനൊന്നുമില്ല. ഞാൻ 8:30 7:30 വിളിക്കുന്നത്. ഞാൻ അവിടെ പെരിന്തൽമണ്ണ എത്തിയപ്പോ ഞാൻ ഷോക്കായി. അങ്ങനെ വേണം, സത്യപ്രചാരം ചെയ്യാൻ അത്രയും ഡെഡിക്കേഷൻ വേണം. അത് വീട്ടിൽ എത്ര പണി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന് അറിയോ? പുലർച്ചെ 5:45 വണ്ടി കയറിയത് അവിടുന്ന്. അപ്പോൾ ആ വണ്ടി കയറണമെങ്കിൽ എത്ര പണികളെ എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ മൂപ്പർക്കെല്ലാം പാവം കഷ്ടാവില്ലേ. അതെല്ലാം ചെയ്യും, അല്ല എൻ്റെ ബാധ്യതയും കൂടി. യെസ്, അതെ. അദ്ദേഹം വന്നല്ലേ, കേട്ടു. ഞാൻ കണ്ടില്ലെന്നുള്ളൂ, മോൻ പറഞ്ഞു ലാസ്റ്റ് വെള്ളം കുടിക്കാൻ പറഞ്ഞില്ല, അപ്പോഴാണ് അപ്പൊ കേട്ടു ക്ലാസ് ഒക്കെ. എല്ലാം കേട്ടു. മെഡിറ്റേഷൻ ഇരുന്നില്ല, അത് ക്ലാസ് തന്നെ ചെയ്യുന്നുണ്ട്. രാത്രി 1.5 മണിക്കൂർ ചെയ്യും, രാവിലെയും ചെയ്യും. പിന്നെ ഞാൻ 4 മണിക്ക് 2:30 നീക്കും, മോൾക്ക് മൂപ്പര് 3:30 നീക്കും. ഞാൻ അറിയാം, ഞാൻ ഇത് കഴിഞ്ഞ മോള് പോയിരിക്കും. സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം നീറ്റു. അതെ, അദ്ദേഹം ഒരു ദിവ്യമായിട്ടുള്ള മാർഗത്തിലുണ്ടല്ലോ, എല്ലാം മാറിക്കണം, മാറും. അതെ അതെ, അത്ര തന്നെ. പിന്നെ ഈ ഒരു ഭക്ഷണകാര്യം പലയിടത്തും പറയാത്തോണ്ടാണ്. അത് അവര് വിഭസനയിൽ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആചരിക്കുമായിരുന്നു. 10 വർഷം 15 വർഷങ്ങൾ വിഭാസന പോയായിരുന്നു. 10 വർഷത്തിലും അത് ഒരു വർഷം 2 പ്രാവശ്യം ഞങ്ങൾ, ഒന്ന് ചെന്നൈയിലാണെങ്കിൽ ഒന്ന് ഇവിടെ ചെങ്ങന്നൂരുണ്ട്. മാറി മാറി ഞങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ എന്നേ മാറ്റം വരുമായിരുന്നു. അവര് 10 ദിവസം എനിക്ക് പറഞ്ഞാൽ 10 ദിവസം നമ്മൾ മെഡിറ്റേഷനിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ നമ്മൾ നോൺ വെജ് ആണ് കഴിക്കുന്നത്. അവിടെ നമ്മുടെ മനസ്സൊക്കെ അവിടുത്തെ ഭക്ഷണം ഉപ്പൊന്നും ഉണ്ടാവില്ല. അതെ അതെ, അത്രയും കുറച്ചിട്ടാ തരുന്നത്. 10 ദിവസം കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നാൽ അപ്പൊ കഴിക്കാൻ പറ്റൂല. ആദ്യത്തെ നാവൊക്കെ ഒരുമാതിരി ഉണ്ടാവും ആ ഭക്ഷണം. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പിന്നെയും കഴിച്ച് 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 ആ ചെയ്ത ധ്യാനത്തിനൊന്നും ഒരു ഫലമില്ലാതെ വന്ന ഉടനെ നല്ലോണം ഇരുന്നിരുന്നു. ഞങ്ങൾ രണ്ടാളും നല്ല മെഡിറ്റേഷൻ ഇരുന്നിരുന്നു. പിന്നെ ഈ ഭക്ഷണം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇരിക്കുന്നത് ആഹാരശുദ്ധി ഇല്ലാത്തതുകൊണ്ട് വ്യവഹാരത്തിൽ അശുദ്ധി വരുവേ. നോൺ വെജ് കഴിക്കല്ലേ, പിന്നെയും വിഭസന ചെയ്തു വരുന്നു, വീണ്ടും നോൺ വെജ് കഴിക്കണു പറയുമ്പോ അവിടെ തന്നെ ഗൈഡൻസ് ഇല്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ പേര് വിഭസന മതി മാഡം, സൂപ്പറാവും. പക്ഷെ ഇതിലേക്ക് വന്ന ശേഷം പിന്നെ BMCയിൽ വന്നതിന് ശേഷം പിന്നെ ആരും അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന പിന്നെ ആരും അങ്ങോട്ട് ഒരു കോംപ്രമൈസും ഇല്ല. ശക്തിയുള്ളവൻ നിന്നാ മതി. പലപ്പോഴും ഒരു പ്രാവശ്യം മാഡത്തിന് നല്ല ചീത്ത കേട്ടോ എനിക്ക് കേട്ടോ. അന്ന് എങ്ങോട്ടോ പോകുന്ന സമയത്താണ് ബസ്സിന്നാണ് എനിക്ക് വോയിസ് ഇട്ട് ഞാൻ കേട്ടപ്പോ നീയാണ് ഒന്നാമത്, നിന്റെ ദുർഗുണം അങ്ങനെ എന്നെ എനിക്കറിയാം എന്റെ തെറ്റാണെന്ന്. പക്ഷെ എനിക്കറിയില്ല മാഡം, അങ്ങനെ ആരെയും എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇതുമില്ല. പക്ഷെ അത് ഒരു സംശയം ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ നന്നാവണം എന്നല്ല, നമ്മളാണ് നന്നാവേണ്ടത്. അതുകൊണ്ടാണ് അവനവനാണ് നന്നാവേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയും. അല്ലാത്തവര് ഈഗോ ഹർട്ടായിട്ട് പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ വ്യക്തികൾ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു സമയത്ത് ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ടത്, അവനവൻ എന്നുള്ളത്. അല്ലാതെ അവിടെ ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള അല്ല, ശക്തിപരമായിട്ടുള്ള ഗൈഡൻസ് ആണ്. അല്ല, അത് മാഡം അംഗീകരിച്ച കാരണം മാഡത്തിന് ഇത്രയും ഔന്നത്യം കിട്ടി, ഇത്രയും പേരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റി. അല്ലെങ്കിൽ അന്ന് ഒറ്റ ഷൗട്ടിങ്ങിൽ മാഡം പോയിരുന്നെങ്കിൽ, അപ്പൊ ശക്തിയുള്ളത് കൊണ്ടും അർഹതയുള്ളത് കൊണ്ടും മാഡം നിന്നു അല്ലേ. എല്ലാവർക്കും നിൽക്കാൻ പറ്റുമോ മാഡം? അപ്പോ മാഡം ഞാൻ നന്നായി അത് കേട്ട് ഞാൻ അവിടെ നിൽക്കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. നല്ല സന്തോഷം. എന്ത് ചീത്ത പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഒന്നല്ലേ, മറ്റെന്തെങ്കിലും കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഇരട്ടി പറയും. ഞാൻ നമ്മുടെ നിലനിൽപ്പല്ലേ നോക്കുക. യെസ് മാ, ഇത് സത്യമാർഗ്ഗമാണ് മാ. കഠിനമായിട്ടുള്ള ഭാവവും ഭാഷയും ഉണ്ടാവും ഇവിടെ. അത് നമ്മളുടെ ഈഗോയെ മുറിച്ച് കളയാൻ, നമ്മളെ ചിന്തിപ്പിക്കണമെങ്കിൽ നമ്മളെ സുഖിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അത് അന്നൊക്കെ മാഡം എന്നെ വിളിക്കുമ്പോൾ മാഡം ആരാണെന്ന് പോലും എനിക്കറിയില്ല. മാഡം ഹൗസ് വാമിങ്ങിന് വന്നതിന് ശേഷമാണ് ഞാൻ മാഡത്തിനെ പരിചയം. എത്ര തവണ മലപ്പുറത്ത് വന്നാലും എനിക്ക് പക്ഷെ പരിചയമില്ലല്ലോ. അതിനുശേഷമാണ് മാഡം എനിക്ക് ക്ലാസ് വേണമെന്ന് പറയുമ്പോഴാണ് ഞാൻ മാഡത്തിൻ്റെ നമ്പർ പോലും ഫീഡ് ചെയ്യുന്നത്. ആരുടെ അങ്ങനെ നമ്പർ ഫീഡ് ചെയ്യില്ലേ, എന്താ വെച്ചാൽ വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിയില്ല. ഓക്കെ, ഒരുപാട് നന്ദി മാഡം. എത്ര പേരിലേക്കാണ് ഇന്ന് മാഡം ഒരൊറ്റ വ്യക്തി കാരണം ധ്യാനം ചെയ്തത്. എത്ര പേര് മാറും. ആരും ഇങ്ങനത്തതും സ്പീച്ച് കേട്ടിട്ടില്ല. എന്തൊരു ശക്തിയെ പറയുന്നത് എല്ലാരും പറയുന്നു. നന്നായിട്ടുണ്ട്, എല്ലാവരും അതാക്കുന്നതൊക്കെ എന്റെ മനസ്സേന്ന് അറിഞ്ഞു. പിന്നെ അപ്പൊ മാഡത്തിന്റെ സന്തോഷല്ലേ അത്? തീർച്ചയായിട്ടും. മോൻ വന്നു ഇപ്പൊ പോയി, അവന്റെ സപ്പോർട്ട്, ചെറിയ മോനും സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെ വന്നിട്ടില്ല അല്ലേ? പക്ഷെ എല്ലാ ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ട്. പിന്നെ ചെറിയ കാര്യം അതൊക്കെ ദിവ്യാത്മസ്വരൂപര് തന്നെ മക്കളായി കൊണ്ട് വന്നിട്ടുള്ളത്.
താങ്ക് യു ഒരുപാട് നന്ദി. വന്നതിന് ഞങ്ങൾ അങ്ങോട്ട് അറിയില്ല, അത്രയും സന്തോഷമാണ്. എനിക്ക് ഈ ഒരു സൗഭാഗ്യം ഇങ്ങനൊരു അവസരം തന്നതുകൊണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റണമാ. താങ്ക് യു മാഡം കേട്ടോ. ഓക്കെ, താങ്ക് യു.